2011 നമ്മുടെ രാജ്യത്ത് നടന്നു വരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കുട്ടികളുടെ മൗലിക അവകാശമായി ആ ആക്ടിൽ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉച്ചഭക്ഷണ പദ്ധതി സാമൂഹ്യ ഓഡിറ്റിന് വിധേയമാക്കണം എന്നും സർക്കാർ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 2021 മുതൽ ഈ സോഷ്യൽ ഓഡിറ്റ് സംവിധാനം നിലവിലുണ്ട്. ഇതിൽ പ്രധാനമായും രക്ഷിതാക്കളായ എന്നവർക്ക് ഒരുപാട് കടമകളും കടത്തിലുകളുമുണ്ട്. നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം, അതിലുള്ള പോരായ്മകൾ, ഭക്ഷണത്തിൻ്റെ പോരായ്മകൾ, ഭക്ഷണം പാചകം ചെയ്യുന്ന സൗകര്യങ്ങളിലുള്ള പോരായ്മകൾ, വൃത്തി, ഭക്ഷണ മെനുകൾ, നമ്മുടെ സ്കൂളിലെ സൗകര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വിലയിരുത്തലാണ് ഈ സോഷ്യൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ റിപ്പോർട്ടായി നമ്മുടെ സംസ്ഥാന സർക്കാർ വഴി കേന്ദ്ര സർക്കാർ സമർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സർക്കാർ പുതിയ കുറേ മെനുകൾ വ്യവസ്ഥ ഒന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. കുട്ടികൾക്ക് ഉച്ചഭക്ഷണ മെനു പരിഷ്കരിക്കുകയുണ്ട്. ദിവസവും കുട്ടികൾ സാമ്പാറും തോരനും കഴിച്ച് പച്ചക്കറിയോട് വെറുപ്പുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പുതുക്കിയ മെനു സർക്കാർ നടപ്പിലാക്കി. ആഴ്ചയിൽ സ്പെഷ്യൽ ഫുഡ് കുട്ടികൾ ചുറ്റുന്നതെന്ന് ശ്രദ്ധിക്കാറുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ മെനുകൾ സർക്കാർ നടപ്പിലാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ മഹാഭൂരിപക്ഷം ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകൾ നടത്തിക്കണമെന്നൊക്കെ സംസ്ഥാന സർക്കാർ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന്, രക്ഷിതാക്കളായ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ പദ്ധതിയെ സംബന്ധിച്ച് നമ്മളൊരു ഓഡിറ്റ് നടത്തി കഴിഞ്ഞു. അതിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളോട് പറയുമ്പോൾ ആ ഭക്ഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങളാരും സ്കൂളിൽ ഭക്ഷണം കഴിക്കാറുണ്ടോ? ഭക്ഷണം സ്കൂളിലടക്കമൊക്കെ രക്ഷിതാക്കളെ നിലക്ക് നിങ്ങൾ വന്ന് കഴിക്കണം. ഇവിടെ ഒരു രുചി രജിസ്റ്റർ പറഞ്ഞ അഭിപ്രായം എഴുതാൻ പുസ്തകമുണ്ട്. അതിൽ നിങ്ങളുടെ അഭിപ്രായം, യഥാർത്ഥ അഭിപ്രായം രേഖപ്പെടുത്തി കൊണ്ടുപോകണം. എന്നാലേ ഇത് അതോറിറ്റി, ഇതിൻ്റെ പരിശോധന അതോറിറ്റി മുമ്പാകെ ഇതിൻ്റെ പോരായ്മകളുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയും. ഇത്തരം സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമായി നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി സമൂഹത്തിൽ എങ്ങനെ ചലനം, എന്താണ് സമൂഹത്തിലുള്ള അഭിപ്രായം. സമൂഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ രക്ഷിതാക്കളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം. ഇതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആഴ്ചയിൽ 2 പാൽ ഒരു ദിവസം മുട്ടയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഓരോ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന് ആ അഭിപ്രായങ്ങളാണ് ഇവിടെ റിപ്പോർട്ടായി നമ്മുടെ സംസ്ഥാന സർക്കാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ചകളിലൊക്കെ നമുക്ക് നിങ്ങളുടെ പങ്കാളിത്തവും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചർച്ച എല്ലാ